ഇതേതാ ഗെയിം എന്ന് ചോദിച്ചാൽ ആരായാലും പറയും റെഡ് ഡെഡ് റെഡംഷൻ 2 ആണെന്ന്. എന്നാൽ ഇതിനും ഗോഡ് ഓഫ് വാറും ഒന്നിച്ച് പെറ്റ കുഞ്ഞിനെ പോലെ ഒരു ഗെയിമിനെ കഴിഞ്ഞ ദിവസം ഞാൻ കളിച്ചിരുന്നു. അതായത് ആ ഗെയിം ഞാൻ കളിച്ചിരുന്നു. ഇത് റെഡ് ഡെഡ് റെഡംഷൻ 2ൻ്റെ ഗെയിം പ്ലേയോ കട്ട്സീനോ അല്ല. ഇതാണ് ഞാൻ കളിച്ചെന്ന് പറഞ്ഞ ആ ഗെയിം, ഈവിൽ വെസ്റ്റ്. RDR 2ഉം ഗോഡ് ഓഫ് വാറും മാത്രമല്ല, ഒരാളും കൂടെയുണ്ട്, ഡെവിൽ മേ ക്രൈ. ഈ 3 ഗെയിംസിൻ്റെയും മകനായിട്ട് ഈ ഈവിൽ വെസ്റ്റ് വരും. സോ ഇത് 2022 പുറത്തു വന്ന ഒരു തേർഡ് പേഴ്സൺ ഷൂട്ടർ ഗെയിമാണ്. ഇതിൻ്റെ ഡെവലപ്പർ ഫ്ലൈയിങ് വൈൽഡ് ഡോഗാണ്. പറക്കും പട്ടി അങ്ങനെ വരാൻ സോറി മൈ മിസ്റ്റേക്ക്. ഫ്ലൈയിങ് വൈൽഡ് ഹോഗ് എന്ന പോളിഷ് വീഡിയോ ഗെയിം സ്റ്റുഡിയോ ആണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഫോക്കസ് എൻ്റർടൈൻമെൻ്റ് ആണ് ഗെയിം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഗെയിമിലെ പ്രോട്ടാഗണിസ്റ്റ് ജെസി റെൻഡിയർ എന്ന വാമ്പയർ ഹണ്ടറാണ്. സോ നമ്മൾ ഈ ഗെയിമിൽ ഒരു വാമ്പയർ ഹണ്ടറായിട്ടാണ് കളിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ വെറൈറ്റി ആയിട്ട് കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഒരു വൈൽഡ് വെസ്റ്റ് സ്റ്റൈലിൽ സോംബി ബേസ്ഡ് അല്ലെങ്കിൽ വാമ്പയർ ഹണ്ടിങ് ഗെയിം എന്നത് തന്നെ ഒരു പുതുമയുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിലെ വെപ്പൺസും കാര്യങ്ങളുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്നാലും റിവോൾവർ, ഫ്ലെയിം ത്രോവർ പോലെ റൈഫിൽ പോലെയുള്ള കോമൺ വെപ്പൺസും ഗെയിമിൽ കാണാൻ പറ്റും. മിലി അറ്റാക്കിന് മെയിനായിട്ടും ഗോൺലെറ്റാണ് യൂസ് ചെയ്യാറ്. ഇതിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്ത് നമ്മൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്ത് എനിമീസിനെ ഫ്രീസ് ചെയ്യാനും സ്ലോ ഡൗൺ ചെയ്യാനും പറ്റും. ഓൾസോ എൻവിറോൺമെൻറ്റിലെ ഒബ്ജക്ട്സൊക്കെ ഫൈറ്റിനിടെ ഉപയോഗിക്കാൻ പറ്റും. അതായത് എനിമീസിനെ എടുത്തെറിയാൻ പറ്റും. നോർമൽ എനിമീസ് അല്ലാതെ ബോസ് ക്യാരക്ടേഴ്സിനെയും ഇടയ്ക്ക് കാണാം. അവരുടെ അറ്റാക്കിംഗ് സ്റ്റൈലും ഡിഫറെൻ്റ് ആയിരിക്കും. ഗെയിമിൽ കോപ്പ് മോഡുമുണ്ട്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവനെയും വിളിച്ച് വാമ്പേഴ്സിനെ കൊല്ലാൻ സ്ഥലം വിട്ടോ. കൂടെ ഏതെങ്കിലും ഒരുത്തൻ നല്ല PC വെച്ച് GTA മാത്രം 24 മണിക്കൂറും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മൂക്കാമണ്ടടിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഈ ഗെയിംസിലൊന്നും ഒന്ന് ട്രൈ ചെയ്യാൻ പറയുക. സോ ഗെയിമിലെ കോമ്പാറ്റ് അത്രയും സാറ്റിസ്ഫൈങ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. അടിച്ച് എയർമേലാക്കിയിട്ടൊക്കെ കൊല്ലുന്ന തരത്തിൽ മൂവ്സും കാര്യങ്ങളുമുണ്ട്. ഓൾസോ ഗെയിമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പെർമനൻറ്റ് ഡെത്ത് എന്ന ഓപ്ഷൻ കണ്ടതായിരുന്നു. വാച്ച് ഡോഗ്സ് ലീജിയനിലൊക്കെ ഉള്ളതുപോലെ ഇതിലും ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വാച്ച് ഡോഗ്സിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. സോ പെർമനൻറ്റ് ഡെത്ത് ഓണാക്കി കളിച്ചാൽ പോലും നമ്മൾ മരിച്ചാൽ പോലും വേറെ ക്യാരക്ടറിലോട്ട് ഈസിയായിട്ട് സ്വിച്ച് ചെയ്ത് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. പക്ഷേ ഇതിൽ പ്ലേയബിളായിട്ട് വേറെ ക്യാരക്ടർ ഉള്ളതുപോലെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഗെയിം ആദ്യം മുതലേ സ്റ്റാർട്ട് ആകാം. എനിക്ക് എക്സാക്റ്റായിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. സോ ഞാൻ പെർമനൻറ്റ് ഡെത്ത് ഓഫ് ചെയ്തിട്ടാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. ഗെയിമിൽ സ്റ്റോറി എന്ന് പറയാൻ അത്ര വലുതായിട്ടൊന്നുമില്ല. ഗെയിം കളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഗെയിം കംപ്ലീറ്റ്ലി ഗെയിം പ്ലേയിൽ ഫോക്കസ്ഡ് ആയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നതെന്ന്. കമ്പാരിറ്റീവ്ലി സ്റ്റോറീനേക്കാളും ബെറ്റർ ഗെയിം പ്ലേ തന്നെയാണ് ഈ ഒരു ഗെയിമിൽ. ഇനി സ്റ്റോറിയുടെ കാര്യം നോക്കിയാലും ക്ലാൻഡസ്റ്റൈൻ വാമ്പയർ ഹണ്ടിങ് ഓർഗനൈസേഷനിലെ ഒരു മെമ്പറായിട്ടാണ്, വൈൽഡ് വെസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ മെമ്പറായിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഈ ഗെയിം ഇതിനു മുന്നേ നമ്മൾ കളിച്ച് കേട്ട് പരിചയമുള്ള പല ഗെയിംസിൻ്റെയും മിക്സ്ഡ് ആയിട്ടുള്ള ഫീലാണ് തരുന്നത്. നമ്മുടെ അറ്റ്ലി അണ്ണൻ ഒരു പടത്തിൻ്റെ ടിക്കറ്റിൻ്റെ പൈസക്ക് 10 പടം കാണിക്കുന്നത് പോലെ. പക്ഷെ അതിനുവേണ്ടി ഈ ഒരു ഗെയിം കോപ്പിയൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഗെയിം കളിക്കുമ്പോൾ കുറേ ഗെയിംസിൻ്റെ ഫീൽ കിട്ടുന്നുണ്ട്, അത്രേ ഉള്ളൂ. സോ നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ മെൻഷൻ ചെയ്യൂ. സോ ഞാൻ ഈ വീഡിയോ താഴെ അവസാനിപ്പിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് തന്നെ. സോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊരു നല്ല വീഡിയോ കാണുന്ന ഒരു ഡിസൈൻ ഇങ്ങോട്ട് വെച്ചു ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ്. പീസ് ഔട്ട്.